പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെ റോമിലെ ജെമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതു മുതൽ അദ്ദേഹത്തിന്റെ രാജ്യവുമായി ബന്ധപ്പെട്ട പല അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു കത്ത് കൈമാറിയിട്ടുണ്ട് എന്നതാണ് പ്രചരിക്കുന്ന ഒരു പ്രധാന അഭ്യൂഹം. എന്നാൽ ഇതിന്റെ വാസ്തവം എന്താണ്? 2013 തന്നെ തന്റെ രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു കത്ത് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുണ്ട്. 2022 സ്പാനിഷ് പത്രമായ ABC-യുമായി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം അത് വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. 2013 പാപ്പാ സ്ഥാനത്തേക്ക് താൻ തിരഞ്ഞെടുക്കപ്പെട്ട അതേ വർഷം അന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കാർഡിനൽ ബെർട്ടോണയ്ക്ക് ഒരു കത്ത് കൈമാറി. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: തനിക്ക് ഏതെങ്കിലും ആരോഗ്യ കാരണങ്ങളാൽ പാപ്പാ സ്ഥാനവുമായി ബന്ധപ്പെട്ട കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് തടസ്സമുണ്ടായാൽ താൻ രാജിവെക്കും എന്നാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്ക് മുമ്പും പല പാപ്പമാരും ഇത്തരണത്തിലുള്ള കത്തുകൾ കൈമാറിയിട്ടുണ്ട്. പോൾ 6 പാപ്പ ഇങ്ങനെ ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നതനുസരിച്ച് ഏതെങ്കിലും ഗുരുതരമായ രോഗം തനിക്ക് നിർണയിക്കപ്പെടുകയോ മാരകമായതോ അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്നതോ ആയ ഒരു പ്രതിസന്ധി പാപ്പാ സ്ഥാനവുമായി ബന്ധപ്പെട്ട കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് തടസ്സമുണ്ടാക്കുകയോ ചെയ്താൽ താൻ രാജിവെക്കും എന്നതാണ് അതിൽ പറയുന്നത്. എന്നാൽ ഇപ്പോൾ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ രോഗബാധിതനായി ആശുപത്രിയിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ രാജിവെച്ചു എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ രാജിക്കത്ത് നൽകി എന്നുള്ള തരത്തിലൊക്കെ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാന വിരുദ്ധമാണ്. പരിശുദ്ധ പിതാവ് രോഗബാധിതനാണെന്നും അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണ് എന്നുമുള്ള വാർത്തകൾ വത്തിക്കാൻ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ തന്നെ അദ്ദേഹം സന്തോഷവാനും സുബോധവാനുമാണ് എന്ന് വത്തിക്കാൻ അടിവരയിട്ട് പറയുന്നു. മാത്രവുമല്ല, അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റായ ആ ദിവസം മുതൽ തൻ്റെ കർത്തവ്യങ്ങൾ തൻ്റെ സഹപ്രവർത്തകരോടൊപ്പം അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. കൂടുതൽ ഗുരുതരമായി കിടന്ന ഒരു 3-4 ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും അദ്ദേഹം തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ചിരുന്നതായി വത്തിക്കാൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ ഏറ്റവും പുതിയതായി പുറത്തു വന്ന പത്രക്കുറിപ്പ് പ്രകാരം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നത് പുനരാരംഭിച്ചു. മാത്രവുമല്ല, പരിശുദ്ധ പിതാവ് ഒരു അജപാലകനാണ്, മാത്രവുമല്ല ഒരു ഇടയനാണ്, ഒരു അപ്പനാണ്. ഈ അപ്പൻ എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഗാസയിൽ വേദന അനുഭവിക്കുന്ന പ്രത്യേകിച്ച് അവിടുത്തെ ഏക കത്തോലിക്ക ദേവാലയത്തിലെ വികാരി അച്ഛനുമായി ഇന്നലെ സംസാരിച്ചു എന്നുള്ള വാർത്ത വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ പാപ്പായുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് ആശംസകൾ നേരുകയും അദ്ദേഹത്തിന് വീഡിയോകളും മറ്റ് സന്ദേശങ്ങളും അയക്കുകയൊക്കെ ചെയ്തു. അതിന് അദ്ദേഹം നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആരോഗ്യപരമായ കുറച്ച് കാരണങ്ങളുണ്ടെങ്കിലും മെൻ്റലി ഫിറ്റാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം അദ്ദേഹം തൻ്റെ കർത്തവ്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുമുണ്ട്. അതുകൂടാതെ രാജിവെച്ചു എന്നുള്ള തരത്തിൽ പ്രചരിക്കുന്ന ഇത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലും വ്യാജ വാർത്തകൾ പ്രചരിക്കുകയുണ്ടായി. നിങ്ങൾ വാർത്തകൾ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഔദ്യോഗിക സഭയുടെ പ്രധാനപ്പെട്ട ഉറവിടങ്ങളിൽ നിന്നുള്ള വാർത്തയാണോ എന്ന് കൃത്യമായി പരിശോധിക്കുക. അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക എന്ന് മാത്രമാണ് പറയുക. മാത്രവുമല്ല, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കാൻ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വത്തിക്കാൻ ഔദ്യോഗികമായി പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും അദ്ദേഹത്തിന്റെ മടങ്ങിവരവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. റോമിൽ ഇന്നലെ മുതൽ വത്തിക്കാൻ ചതുരത്തിൽ പൊതുവായ ജപമാല പ്രാർത്ഥന ഇന്നലെ നടന്നു. അതോടൊപ്പം ജെമലി ആശുപത്രിയുടെ മുമ്പിൽ അനേകായിരങ്ങളാണ് ഓരോ ദിവസവും വന്ന് പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമുക്കും നമ്മുടെ തീക്ഷ്ണമായ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ പിതാവിന്റെ മടങ്ങുവരവിന് വേണ്ടി ആഗ്രഹിക്കാം. റോമിൽ നിന്ന് ബ്രദർ ജോ ബെൻ എലോഹിം.